ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. സർഗം കിച്ചണിൽ നമുക്ക് ഈസി ആയിട്ടുള്ളൊരു പച്ചടിയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ പല പച്ചടിയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കിച്ചണിൽ. ഇത് തക്കാളി കൊണ്ടൊരു പച്ചടിയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. താനും ഒരു ഐറ്റം കൊണ്ട് മാത്രമാണ് ചെയ്യണത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. 2 തക്കാളി ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ജസ്റ്റ് നാളികേരം ജീരകം അരച്ച് തൈരും കൂടി ചേർത്തുണ്ടാക്കിയതാണ്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ചോറിന് നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കും. തക്കാളി പച്ചടി തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ളത് 2 തക്കാളി, വലിയ തക്കാളി ചെറുതാക്കി നുറുക്കിയത്, അല്ലെങ്കിൽ ഇടത്തരം അരച്ച 3 തക്കാളി എടുക്കണം. പിന്നെ നാളികേരം ചെരുവിയത് പകുതി നാളികേരത്തിൻ്റെ ചെരുവിയത്, പിന്നെ ജീരകം ഒരു നുള്ള്, തൈര് 1 കപ്പ്, കടുക്, ഉപ്പ്, പച്ചമുളക് വലുത് 2 എണ്ണം. ആദ്യം നമ്മൾ ഈ തക്കാളി ഉപ്പിട്ടിട്ട് വേവിക്കുക. ആദ്യം അതിന് തക്കാളി നമുക്ക് ഒരു പാത്രത്തിലിട്ട് നഗക്ക വെള്ളം ഒഴിക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്തത് വേവിച്ചെടുക്കാം. നല്ലോണം ഒന്ന് വേവണം, ഒന്ന് തിളച്ചൊന്ന് വേവണം തക്കാളി. എന്നിട്ട് വേണം ബാക്കിയുള്ളത് ചെയ്യാനായി. നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് നാളികേരം ചെരുവിയതും ഒരു മുറിയിനുള്ളത് ഉപ്പും പച്ചമുളകും ജീരകവും കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. പച്ചമുളക് പൊട്ടിച്ചിടാം. ജീരക 2 മണി, ഉപ്പ് കൂടി അരച്ചെടുക്കാം. മിക്സിയിൽ നല്ലോണം അരച്ചു കൊണ്ടുവരാം. ഇത് നല്ലോണം മിക്സി അരച്ച് കൊണ്ടുവരാം. നല്ല മയത്തിലായി വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മൾ നല്ലോണം മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതെങ്ങനെ നല്ലോണം മയത്തിൽ, വെള്ളം ചേർത്തിട്ടില്ല ഞാൻ, അല്ലാണ്ട് എന്നെങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി വെന്തതിന് ശേഷം തൈര് ഉപ്പും കൂടി ഇതിൽ ചേർത്ത് ഇളക്കി കടുക് പൊട്ടിച്ച് വെക്കാം. തക്കാളി ഒന്ന് വെന്ത് വരണം. നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, പോരെങ്കിൽ 1 നുള്ളും കൂടി ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇതിലൊന്ന് വെന്തിട്ട് നല്ലോണം ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം. തക്കാളി വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ അതിൽ വെന്ത് ഉടഞ്ഞോളും. തക്കാളി പെട്ടെന്ന് തന്നെ വെന്തോളും. തക്കാളി ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വെന്തുണ്ട്. കണ്ടില്ലേ, തക്കാളിയുടെ ഒക്കെ നല്ല ഉടഞ്ഞ് ചേർന്നുണ്ട്. ഇനി നമ്മൾ നല്ല മയത്തിൽ അരച്ച നാളികേരം ജീരകവും പച്ചമുളകും കൂടി ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതും കൂടി ഒന്ന് യോജിച്ച് തിളച്ച് വന്നിട്ട് നമുക്ക് തൈര് ചേർക്കാം. ഉപ്പൊക്കെ ഈ നേരത്ത് നമുക്ക് നോക്കാം പാകമുണ്ടോയെന്ന്. ജസ്റ്റ് ഒന്നിങ്ങനെ നല്ലോണം ഒന്നിങ്ങനെ തിളച്ച് വരണം. ഒരു നുള്ളു നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് എന്തായാലും തൈര് ഇടുമ്പോൾ വേണ്ടി വരും. അതിന് ശേഷം തള വന്നാൽ മതി. അതിന് ശേഷം നമുക്ക് 1 കപ്പ് തൈര് നമ്മൾ 1/2 കപ്പിന് മാറ്റി വെച്ചിട്ട് അത് ചേർക്കാം. ഇതും കൂടി നമുക്കൊന്നിങ്ങനെ ഇളക്കി വയ്ക്കാം. ഒന്ന് തള വരുന്നതോടുകൂടി നമുക്ക് കടുക് താളിക്കാം. തക്കാളിക്ക് ഇങ്ങനെ ഉടഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തക്കാളി പച്ചടി തയ്യാറാക്കാം. ചെറുതായിട്ട് തള വരുന്നതോട് കൂടിയിട്ട് നമ്മൾ നിർത്തണം. തൈര് ചേർത്ത കാരണം അങ്ങനെ അങ്ങോട്ട് തിളയ്ക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നിർത്തി നമുക്കിനി കടുക് താളിക്കാനായിട്ട് വെക്കണത് ഈ ഒരു പാകത്തിലെടുക്കണം. അതിന് ശേഷം ഇപ്പോൾ വേറൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിക്കണം. എണ്ണ ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർക്കണം. കടുക് പൊട്ടുമ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കടുക് പൊട്ടി ഒടുങ്ങിയിട്ട് ഇനി നമുക്ക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില 2 ഇതിൽ ചേർക്കാം. എന്നിട്ട് നമുക്ക് കറി താളിക്കാം, കറിയിലേക്ക് ഒഴിക്കാം.
സിമ്പിളായിട്ട് തയ്യാറാക്കാം. തക്കാളി മാത്രമേ വേണ്ട. തക്കാളി ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കൊരു കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇത് നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് പകർത്താം. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും ചെയ്യും. തക്കാളി മാത്രം മതി, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇല്ല. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.